Hi, so ഞങ്ങൾ ഒരു നടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവാനെയും കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുറത്ത് നടക്കാൻ വരിക എന്നുള്ളത്. അപ്പോൾ ആളിങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി പ്രാവിനെയും ഫ്ലവേഴ്സും ഒക്കെ നോക്കി എൻജോയ് ചെയ്യും. എന്നിട്ട് ചില സമയത്ത് ഇവിടെ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാമിൽ കിടന്നിട്ട് ഉറങ്ങും. അതാണ് പതിവ്. സോ ഇന്നും അങ്ങനെ ആവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. കാരണം ഉറക്കമൊക്കെ വരുന്നുണ്ട് കുറേശ്ശെ. ഉണ്ടോ? എന്തായാലും രാവിലെ ഇവാനും കൊണ്ട് ഇങ്ങനെ ഒരു വാക്കിന് വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കും ഒരു ചേഞ്ചാണ്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമുക്കും. സോ ജോയിൻ us. തിരിച്ചു വന്നിരിക്കുകയാണ് വീട്ടിൽ. ഇവാൻ പ്രാമിൽ കിടന്ന് തന്നെ ഉറങ്ങി പുറത്ത് വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് ഗാർഡനിൽ ഇങ്ങനെ വെളിച്ചവും കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ, ഇങ്ങനെ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് മൂഡ് ഒന്ന് ലോ ആണെന്ന് തോന്നുന്ന സമയത്ത് പുറത്ത് പോയിട്ട് നേച്ചറിൽ ഇങ്ങനെ ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ അതിലിങ്ങനെ കിടന്ന് ഉറങ്ങാൻ സുഖമെന്നൊക്കെ തോന്നാറുണ്ട്. ആ ഒരു തന്നെ പുള്ളിക്കും കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേട്ടോ, ഇപ്പം 6 മാസമായിട്ടുള്ളൂ ഇവാന്. ഈ ഒരു 6 മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ വിശപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വയ്യായ്ക ഉള്ളതുകൊണ്ടോ മാത്രമായിരിക്കില്ല കരയുന്നത്. അവർക്ക് ഇടയ്ക്ക് ബോറടിക്കും ഭയങ്കരമായിട്ട്. നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ മാത്രം നമ്മളെയും ഈ വീടും ഒക്കെ കണ്ട് ബോറടിച്ചിട്ട് അവർക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ന്യൂ എൻവയൺമെൻറ്റിന് വേണ്ടിയിട്ട് അവർ വാശി പിടിക്കും അല്ലെങ്കിൽ കരയും. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ചെയറപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോകുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നാട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് മുറ്റും പറമ്പും ഒക്കെ ഉണ്ട്. കൊതുകിൻ്റെ നോക്കിയിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാനായിട്ട് നാട്ടിലാവുമ്പോൾ. ഇവിടെ ബാംഗ്ലൂർ അപ്പാർട്ട്മെൻറ്റ്സിൽ മിക്ക അപ്പാർട്ട്മെൻറ്റ്സിലും ഗാർഡനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഈ ഏർലി മോർണിംഗിലൊക്കെ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ല, പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിൽ പോകുന്നത് വളരെ നല്ലതാണ്. കുറച്ച് നല്ല ഇളം വെയിലും കാറ്റും ഒക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആകും. അവരുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും അത് വളരെ നല്ലതാണെന്നാണ് റിസർച്ചുകളും പറയുന്നത്. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ഫാദറിൻലോ ആണ് കേട്ടോ. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പുറത്ത് മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ പോകുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ബെഞ്ചിലിരുന്ന് അച്ഛൻ ഇങ്ങനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ നേച്ചറായാലും ശരി, പക്ഷികളായാലും ശരി, ആളുകളെയും കുട്ടികൾ കളിക്കുന്നതും ഒക്കെ അച്ഛൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അത് അച്ഛൻ്റെ ഒരു സൈക്കോളജിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടും ഫിസിക്കൽ ഹെൽത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് അച്ഛൻ തന്നെ പറയാറുണ്ട്. അപ്പം ആ ഒരു ഇതാണ് അച്ഛൻ ഈവുവിൻ്റെ കാര്യത്തിലും പറയാറ്. ഈവ് കുറച്ചൊന്ന് മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ വേഗം അച്ഛനും അമ്മയും കൂടിയിട്ട് വേഗം പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾ നല്ല ഹാപ്പിയാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളും ഒരു ന്യൂ മോമാണ് എന്നെ പോലെ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലും വലിയ കുട്ടികളുണ്ടെങ്കിലും കുറച്ച് വലിയ കുട്ടികളാണെങ്കിലും അവരെ പുറത്തേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ മാത്രം നിർത്താതെ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ, നഴ്സറിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ലാതെ
അവർക്ക് എപ്പോഴും ഒരു നേച്ചറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കുക. അത് ശരിക്കും ഒരു റിഫ്രഷിങ് ഫീലാണ് അവർക്ക് കൊടുക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതിന് ശ്രമിക്കുക. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ലേഡീസിന് വേണ്ടി മാത്രമല്ല, ജെൻസിനും വളരെ 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 യൂസ്ഫുൾ ആണ്. ഇൻ്റർനാഷണൽ സ്കിൻ കെയർ സീക്രട്ട് ആണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ഒപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.